ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. CL മൂഡി എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകനുണ്ട്. വളരെ ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലുള്ള മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് 35 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നത്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് അന്ന് കപ്പലാണ്. ഈ കപ്പലിൽ കയറുമ്പോൾ കൂടെയുള്ള മനുഷ്യരെല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്, ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടാവും, പ്രിയപ്പെട്ടവർ ഒരുപാട് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൂടി പറയും, ഞാൻ വന്നിട്ട് 35 വർഷമായി, 35 വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കാത്തിരിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും, എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു നാട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ കരയിലെടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞതുപോലെ അവരെ കൊണ്ടുപോകാനായിട്ട് പ്രിയപ്പെട്ടവർ ഓരോരുത്തരും വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടെ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ മൂടിയെ കൊണ്ടുപോകാൻ മാത്രം ആരുമില്ല. അയാൾ തൻ്റെ ഡയറിയിൽ പുസ്തകത്തിൽ എഴുതുന്നത് ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നില്ല എന്നാണ്, ഒരാൾ പോലും എന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് അയാൾ നിലത്ത് കിടന്ന് കരയുന്നുണ്ട്. നിലത്ത് കിടന്ന് കരഞ്ഞ് ആകാശത്തിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഇത്രയും കാലം നിനക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരാളും ഇല്ലല്ലോ. ആ സമയം ആകാശത്തിൽ നിന്ന് ഒരു നിലവിളിക്കും ഉത്തരം കൊടുക്കാതിരിക്കാത്ത വലിയ എല്ലാ നിലവിളികൾക്കും ഉത്തരം കൊടുക്കുന്ന സ്വർഗം മൂടിയുടെ നിലവിളിക്കും ഉത്തരം കൊടുക്കുന്നുണ്ട്. മൂടി, നിന്നോട് ആരാ പറഞ്ഞത് നീ നിന്റെ സ്വന്തം വീട്ടിലെത്തിയെന്ന്? നിന്നോട് ആരാ പറഞ്ഞത് നീ നിന്റെ സ്വന്തം വീട്ടിലെത്തിയെന്ന്? നീ നിന്റെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ മാലാഖമാരോട് കൂടെ ഞാനും ഉണ്ടാവും. പിന്നീട് CL മൂഡിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതല്ല, ഇതിനപ്പുറത്തുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെ അയാൾ കടന്നു പോയപ്പോഴും അയാൾക്ക് ഇങ്ങനെ ഒരു തളർച്ചയും ഉണ്ടായില്ല. പ്രത്യാശയോടുകൂടെ ആകാശങ്ങളിലേക്ക് നോക്കി ജീവിച്ച സുവിശേഷത്തിന്റെ സാക്ഷ്യമായി മാറിയ ഒരാൾ. നീ നിന്റെ സ്വന്തം വീട്ടിലെത്തിയെന്ന് ആരാ പറഞ്ഞേ? നമ്മളിപ്പോഴും സ്വർഗത്തിൻ്റെതാണ്, ഈ ലോകത്തിൻ്റെതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വർഗാരോഹണ തിരുനാൾ കൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ. ധ്യാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് വായിച്ചു വിടുന്ന ഒരു വചനമാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാന്നേ. നമ്മൾ വേറൊരു ലോകത്തിന് അവകാശികളാണ്. ഈ ലോകത്തിൽ ഇങ്ങനെ കാൽ ചവിട്ടി വെച്ച് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സ്വർഗത്തെ സ്വപ്നം കാണണമെന്നും ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സ്വർഗാരോഹണ തിരുനാൾ വരണേ. ഈശോയുടെ കൂടെ കുരിശിൽ കിടക്കുന്ന ഒരു കള്ളനെ നമ്മൾ കാണുന്നുണ്ട്. വലതുവശത്തോ ഇടതുവശത്തോ എവിടെ ആയിക്കോട്ടെ, അത് ബൈബിൾ പറയുന്നില്ല. പക്ഷെ ഇത്രയും കാലം ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതിരുന്ന, ഈ ലോകത്തിന്റെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരാള് ഒറ്റ നോട്ടം ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ പിന്നെ അയാൾ ആഗ്രഹിക്കുന്നത്, അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിലവിളിക്കുന്നത് ഈ സ്വർഗത്തിന് വേണ്ടി മാത്രമാണ്. അയാൾ ആദ്യമായിട്ടായിരിക്കും ഈശോയെ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരൊറ്റ നോട്ടത്തില് ഇത്രയും കാലത്തെ ലോകം മുഴുവൻ വിട്ട്, ലോകത്തിന്റെ സുഖങ്ങൾ മുഴുവൻ വിട്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ വിട്ട്, ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് അയാൾ പറയണ ഒറ്റ കാര്യമുള്ളൂ, നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. ഈ നിലവിളിക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്, ഈ ആഗ്രഹം ഉള്ളിൽ നിറയേണ്ട ദിവസമാണ്. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ എന്ന് പറയുന്ന ആ ദീർഘദർശി പറയുന്നുണ്ടല്ലോ, ഇതാ സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടേക്ക്, ഈ ലോകം ഇനി എനിക്ക് വേണ്ട, എനിക്ക് ഈ സ്വർഗം മതി. കർത്താവിനെ നോക്കിയവരുടെയൊക്കെ ജീവിതം മാറുന്ന മാറ്റമാണ് പറയണേ. അവനിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന ആ കർത്താവിനെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കണേ. ആ ഒരൊറ്റ നോട്ടം പിന്നെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നില്ല. ഈ ലോകത്തില് അവർക്ക് ഞങ്ങള് വേറൊരു ലോകത്തിന്റെ അവകാശികളാണ്, ഞങ്ങൾ മറ്റൊരു ലോകത്തിന്റെ പൗരന്മാരാണെന്നൊക്കെ പൗലോസ്ലീഹയൊക്കെ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നതിന്റെ കാരണം അതാന്നേ. ഞങ്ങൾ ഒരു പേടിയില്ല, അവർക്ക് ഈ ലോകത്ത് മരിക്കാൻ ഒരു പേടിയില്ല, രക്തസാക്ഷിയാകാൻ ഒരു പേടിയില്ല, കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും പുഞ്ചിരിച്ചിരിക്കുകയാണ്. കാരണം ഉയർന്നു പൊങ്ങുന്ന കർത്താവിനെ കണ്ടിട്ടുണ്ട്. ഇനി വേണ്ടത് സ്വർഗം മാത്രമാണ്. ഈ സ്വർഗത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുവാനും ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടൊരു ദിവസം, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും മറ്റൊരു ലോകത്തിലേക്ക് കണ്ണയക്കാനായിട്ടൊരു ദിവസം. ഒരു കുഞ്ഞിനെ കാണാനായിട്ട് പോയതാണ്, മരിക്കുമെന്ന് ഡോക്ടർമാര് ഉറപ്പ് പറഞ്ഞൊരു ദിവസമാണ് നമ്മൾ അവിടെ എത്തണേ. അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ കൊച്ച് നമ്മൾ ആ കൊച്ചിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ചെറിയ പെങ്കുച്ച് നമ്മളോട് പറയേണ്ട, അച്ഛൻ്റെ കാര്യം ഞാൻ ഈശോപ്പയോട് പറഞ്ഞോളാട്ടോ, അച്ഛൻ്റെ കാര്യം ഞാൻ ഈശോപ്പയോട് പറഞ്ഞോളാട്ടോ.
പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ഉറപ്പ് കിട്ടിയ ഒരു കുഞ്ഞിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നത് സ്വർഗത്തിന്റെ പ്രതീക്ഷയാണ്. മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ബോബിച്ചൻ പറയണത് കേട്ടായിരുന്നു. അവനിങ്ങനെ 8 വയസ്സുകാരൻ പയ്യനാ. അവനെ ഇങ്ങനെ അധികം കാലം ഇല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാ. അവൻ പതുക്കെ തൻ്റെ ചേട്ടനെയും ചേച്ചിനെയൊക്കെ വിളിപ്പിക്കുന്നു. അധികം പ്രായമില്ല, 3 പേരും ചെറുതാ, പക്ഷേ പ്രായം കൊണ്ട് ഇത്തിരി മുതിർന്നവരാ. അവരെ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവരെ പോലെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തല്ലുപിടിക്കരുത്, അപ്പനെ അമ്മയെയും വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. എന്നിട്ട് അവനുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങൾ ഒരെണ്ണം ചേട്ടന്, ഒരെണ്ണം ചേച്ചിക്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഭാഗിച്ച് ഇങ്ങനെ വിഭജിച്ചു കൊടുത്തതിന്റെ 3-ാമത്തെ ദിവസം അവൻ മരിച്ചു പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായിട്ടാണ് ചിലരെ സ്വർഗത്തിന് വേണ്ടിയിട്ട് തങ്ങളെ തന്നെ ഒരുക്കുന്നതെന്ന്. നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ട് ഇങ്ങനെ ജീവിച്ച് എത്ര കാലമായെന്ന്, ലോകത്തിന് വേണ്ടിയിട്ട് മാത്രം, ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ഇങ്ങനെ അഭിരമിച്ച് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനിയെങ്കിലും സ്വർഗത്തിലേക്ക് കണ്ണുകുളിയർത്താൻ നേരമായെന്ന ഓർമ്മപ്പെടുത്തലുകളുമായി ഈ തിരുനാൾ വരുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സ് മാറ്റിയേ പറ്റുള്ളൂ, ഒന്ന് ചുവടി മാറ്റി ചുവട്ടിയേ പറ്റുള്ളൂ. ഈ ലോകമല്ല നമ്മുടെ ലക്ഷ്യം, നേരെ മറിച്ച് സ്വർഗമാണ്. ചില സ്കൂളുകളുടെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സ്കൈ ഈസ് ദ ലിമിറ്റ്, സ്കൈ ഈസ് ദ ലിമിറ്റ്. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുപോവാ, ഞങ്ങൾ ആകാശത്തോളം എത്തിക്കാമെന്നാണ് പറയണേ. പക്ഷെ ആകാശത്തോളം പോരല്ലോ, ആകാശത്തിനും അപ്പുറത്തുള്ള സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്താൻ നേരമായി എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ട് ഈ തിരുനാൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ആകാശത്തിന് കീഴിലുള്ള കാര്യങ്ങളിൽ മാത്രം നേടിക്കൊടുത്താൽ പോരാന്നേ. നേരെ മറിച്ച് സ്വർഗത്തിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചെല്ലാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം, കുഞ്ഞുങ്ങളെ ഉയർത്താനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം. താരേ സമീൻ പർ എന്ന് പറയുന്ന ചിത്രം കണ്ടിട്ടുണ്ടാവും. ഒരു പുഴു പോലെ ഇങ്ങനെ അടിഞ്ഞു പോകാമായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ എല്ലാ സാധ്യതകളെയും ഊട്ടിയുറപ്പിച്ച് ഒരു പൂമ്പാറ്റയെ പോലെ ആ മനുഷ്യൻ ആകാശത്തിലേക്ക് ഉയർത്തുന്ന രംഗത്തോടുകൂടെയാണ് ആ സിനിമ അവസാനിക്കണേ. മക്കളെ കൂടി ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താൻ നേരമായി, അതിന് നമുക്ക് സ്വർഗത്തിൽ കണ്ണുറപ്പിക്കാൻ നേരമായി. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, ഈ ലോകത്തിന് വേണ്ടി ജനിച്ചവരല്ല, നേരെ മറിച്ച് സ്വർഗത്തിന്റെ സ്വന്തമാണെന്നുള്ള വലിയ സ്നേഹത്തോടു കൂടെയുള്ള ഓർമ്മപ്പെടുത്തലുമായി തിരുനാൾ വരുമ്പോൾ നമുക്കിനി ലോകത്തിൻ്റെതായിരിക്കാൻ ഒരു വഴിയില്ല. ഞാൻ സ്വർഗത്തിന്റെ സ്വന്തമാണ്. അങ്ങനെ ആയിരിക്കാൻ, ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, ആ സ്വർഗത്തിന് കണ്ണുറപ്പിച്ച് ജീവിക്കാൻ ഈ തിരുനാൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.